ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടിൻ്റെ മൂള എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുപ്പിൽ പാത്രം വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഒഴിക്കുക. ഞാൻ വീട്ടിലെപ്പോഴും എണ്ണ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നല്ല ചൂടായ ശേഷം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത്, നല്ല പൊടിയായി അരിഞ്ഞ ചെറിയുള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് സവാളയും കൂടെ അതിലേക്ക് അരിഞ്ഞു ഇട്ട് കൊടുക്കുക. ഞാൻ സവാള ഇട്ട് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയുള്ളി ഇതിന് നിറയെ ഇട്ടാലും മതി, ഇല്ല സവാള മാത്രം ഇട്ടാലും മതി. രണ്ട് പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാളയും ഉള്ളിയൊക്കെ നിറയെ ചേർക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു നല്ല രുചി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നിറയെ ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് വേണ്ടാത്തവർക്ക് അത് ഇടണം എന്ന് നിർബന്ധമില്ല. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ല പച്ചമണം പോകുന്നവരെ ഇളക്കുക. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാല ഇടണമെന്ന് നിർബന്ധമില്ല, അതിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർ അത് ഇടേണ്ട ആവശ്യമില്ല. അര സ്പൂൺ മല്ലിപ്പൊടി, ജീരകപ്പൊടി 1/2 സ്പൂൺ, അര സ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല. നല്ലോണം ഇളക്കി കൊടുക്കുക. എണ്ണ കുറച്ച് ഒഴിച്ചതുകൊണ്ട് കുറച്ച് ഇടയിൽ പിടിക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ആട്ടിൻ്റെ മൂള നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ മേലെ ഞരമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ എടുത്ത് നല്ലപോലെ കുറച്ച് നേരമാവും ക്ലീൻ ചെയ്തെടുക്കാൻ. കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്ത മൂള അതിലേക്ക് ഇടുക. ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അര സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക. അത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ അത്ര ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. മസാലയൊക്കെ അതിൽ ചേർന്ന പോലെ ഇളക്കി യോജിപ്പിക്കുക. ചിലർക്ക് ഈ മസാല ഇങ്ങനെ പിടിച്ച് വരുന്നത് ഇഷ്ടമല്ലായിരിക്കും. ചിലർക്ക് നല്ലപോലെ നല്ല കൊത്തി കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും മസാല പിടിച്ചിട്ട് അത് അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ചിലർക്ക് വന്നിട്ട് ഈ മൂള അങ്ങനെ എടുത്ത് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. മസാല മേലെ മാത്രം ഇങ്ങനെ കുറച്ച് പുരട്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ ഇത് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഉടച്ച് കൊടുക്കുകയാണ്. പക്ഷേ
ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അടച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. മസാല എല്ലായിടത്തും പിടിക്കണ പോലെ നല്ല ഫ്രഷ് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ ഈ ഉള്ളിയും മസാലേൻ്റെ ഒക്കെ ഒരു മണവും അതിൻ്റെ കൂടി കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു മണം നല്ല ഫ്ലേവറാണ് അതിന്. കുറച്ചുകൂടെ ഒരു അര സ്പൂൺ കൂടെ കുരുമുളക് പൊടി. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ല ഈ അവസാനം ഇറക്കാൻ പോകുന്ന നേരത്ത് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് അതിന്, നല്ല ഫ്ലേവർ ഉണ്ടാകും. പിന്നെ കളറും നന്നായിട്ടുണ്ടാകും കാണാൻ. പിന്നെ കുറച്ച് എരിവൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നന്നായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആട്ടിൻ്റെ മൂള റെഡി.